ഹലോ ഗായ്സ്, പൊന്നു ആൻഡ് തനു ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് മാങ്ങാച്ചാറാണ് കാണിക്കുന്നത്. അപ്പം മാങ്ങാച്ചാർ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും എന്തോ കാണാനാ മാങ്ങാച്ചാറെന്ന്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലിടുന്ന അച്ചാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മാങ്ങയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്, കായം, ഇത്രയും സാധനം. കായം എൻ്റെ ഈ പൊടിയില്ല, അപ്പോൾ അതിന് ഞാൻ കായത്തിൻ്റെ കട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനം ഞാൻ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഈ പൊടികളെല്ലാം മാങ്ങയിൽ പിടിക്കത്തക്ക പോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ദിവസം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവേ. ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഈ പൊടികളെല്ലാം ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് ഈ മുളക് പൊടിയുടെയും എല്ലാ പൊടി ഐറ്റംസും ഈ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് നിരപ്പാക്കിയിട്ട് ഞാൻ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പരുവത്തിന്, ഇനിയും കടുക് വറുക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പം തന്നെ ഇവിടെ രണ്ടുപേരും വന്ന് കൈ നീട്ടിക്കൊണ്ട് നിൽക്കും. അപ്പം കണ്ട നല്ലതായിട്ട് ഇതെല്ലാം നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. മാങ്ങയിലെ വെള്ളവും ഉപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തെടുക്കാം. അതിന് നമ്മൾ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഞാൻ മാങ്ങ അതിലോട്ട് ഇടത്തില്ല, ഇതിലോട്ട് നമ്മൾ കുടഞ്ഞൊഴിക്കത്തേ ഉള്ളൂ. മാങ്ങ അടപ്പേ വെച്ച് വേവിക്കത്തേ ഇല്ല. പക്ഷെ വേവിച്ചില്ലെങ്കിലും നല്ലൊരു പരുവത്തിന് തന്നെ ഇത് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണയെല്ലാം എല്ലാത്തും പിടിക്കത്തക്ക പോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കണം ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എത്ര നാൾ വേണേലും കേടുകൂടാതിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.